हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शांताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് 62, 63 ശ്ലോകങ്ങൾ, 62, 63 ഒന്നിച്ചു ചെല്ലാം. ത്രിസാമ സാമഗ സാമ നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃശ്ചമശാന്തോ നിഷ്ഠ ശാന്തിഃ പരായണ ശുഭാംഗശാന്തിദ സൃഷ്ട കുമുദക്കുവലേശയാ ഗോഹിതോ ഗോപതിർഗോപ്ത വൃഷഭാഷോ വൃഷപ്രിയ. ഇന്ന് നമ്മൾ തുടങ്ങുന്ന നാമം 581 ശമ. ശമം എന്ന് വെച്ചാൽ 2-3 അർത്ഥം പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഒതുക്കമുള്ളവൻ, ഒതുക്കം, അച്ചടക്കമുള്ളവൻ അർത്ഥം, ചിട്ടയോടുകൂടിയിരിക്കുന്നവൻ, ഡിസിപ്ലിൻഡ് പേഴ്സൺ, അത് ശമമുള്ളവൻ. പിന്നെ സംഹാരവേളയിൽ എല്ലാം ശമിപ്പിക്കുന്നവൻ, എല്ലാറ്റിൻ്റെയും അന്തം വരുത്തുന്നവൻ, ദി ഫൈനൽ എക്സ്റ്റിങ്ക്വിഷർ. മനസ്സിലായില്ലേ? വേറൊരു നാമം അഹങ്കാരത്തെ ശമിപ്പിക്കുന്നവൻ. എല്ലാം ശമിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ആയി, പക്ഷെ ഇവിടെ സ്പെഷ്യൽ സ്റ്റാറ്റസ് കൊടുത്തത് അഹങ്കാരത്തിനാണെന്ന് മാത്രം. അഹങ്കാരം ശമിപ്പിക്കുന്നവൻ. അപ്പോൾ നമുക്ക് ഇത് മൂന്നും ഒന്ന് ജസ്റ്റ് ഒന്ന് ഓട്ടപ്രദർശനം നടത്താം. ഒതുക്കമുള്ളവൻ അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ്, മനസ്സിനെ നിയന്ത്രണത്തിൽ വയ്ക്കുക, സ്വാധീനത്തിൽ വയ്ക്കുക. ഇതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. നിർമാനമോഹാജിത സംഗദോഷ അധ്യാത്മനിത്യാ വിനിവൃത്തകാമ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസഞ്ജൈ ഗച്ഛന്ത്യമൂഢാ പദം അവ്യയം തദ്. നിർമാനമോഹ എന്താ പറയുക, ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളാണത്. നിർമാനമോഹ ജിതസംഗദോഷ. ഒന്ന് നിർമാനമോഹ, അതൊക്കെ മലയാളം മനസ്സിലായ അറിയുന്നവർക്കൊക്കെ അറിയുന്നുണ്ട്. നിർമാനമോഹ, ജിതസംഗദോഷ ഉണ്ട്. അധ്യാത്മനിത്യാ വിനിവൃത്തകാമ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖസഞ്ജൈ ഗച്ഛന്ത്യമൂഢ പദമവ്യയം തദ്. 5 ഗുണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് മനസ്സിനെ നിയന്ത്രിക്കാൻ. നിർമാനമോഹം, മാനം മോഹ സർവദോഷങ്ങളും പോയി അധ്യാത്മനിഷ്ഠാഢ്യർ നിവൃത്തകാമർ. അധ്യാത്മനിത്യ വിനിവൃത്തകാമ, അധ്യാത്മനിഷ്ഠാഢ്യർ നിവൃത്തകാമർ, കാമങ്ങളിൽ നിന്ന് നിവൃത്തി നേടിയവൻ. അപ്പോൾ നിർമാനമോഹ എന്ന് പറഞ്ഞെങ്കിൽ മാനം, മോഹം, ജിതസംഗദോഷ, സർവദോഷങ്ങളും ജിതസംഗം
സംഘം മീൻസ് അറ്റാച്ച്മെൻറ്റ്. അതൊരു വലിയൊരു ദോഷമാണ്, അറ്റാച്ച്മെൻറ്റ് ടു ബാഡ് കമ്പനീസ്. സംഘദോഷ അധ്യാത്മനിത്യ വിനിവൃത്തകാമ. അധ്യാത്മനിഷ്ഠർ, നിഷ്ഠാഢ്യർ, നിവൃത്തകാമർ. അധ്യാത്മത്തിൽ നിൽക്കുന്നവനർത്ഥം, ആത്മസ്വരൂപത്തിൽ സദാ ഉറച്ചു നിൽക്കുന്നവൻ. വൃത്തകാമർ, നിവൃത്തകാമർ, കാമത്തിൽ നിന്ന് നിവൃത്തി ഉണ്ടാക്കിയവരെ. ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖ സംജ്ഞേ. സുഖം ദുഃഖമറ്റും ആ ദ്വന്ദ്വമറ്റും. ദ്വന്ദ്ങ്ങളും ദുഃഖങ്ങളുമായിട്ടുള്ള ദ്വന്ദ്വങ്ങൾ. സുഖദുഃഖമറ്റും ആ ദ്വന്ദ്വം. പെയർസ് ഓഫ് ഓപ്പോസിറ്റ്സ് ലൈക്ക് സുഖം ആൻഡ് ദുഃഖം. മൂഢർ ആ നിത്യപദത്തിലെത്തും. അമൂഢർ ആ നിത്യപദത്തിലെത്തും. ഗച്ഛന്തി അമൂഢ. ഇതിലൊന്നും പെട്ട് കിടക്കാത്ത മൂഢന്മാര് ആ പദത്തിലേക്ക് എത്തുന്ന അർത്ഥം. നല്ലൊരു ശ്ലോകമാണ്, 15-ാം അധ്യായത്തിൽ പറയുന്ന ശ്ലോകമാണത്. എല്ലാ ഭഗവത്ഗീതയിലും നിറയെ പറയുന്നുണ്ട് ഈ തരത്തിലുള്ള മനുഷ്യൻ്റെ മനസ്സിനെ നിയന്ത്രിക്കേണ്ട ശ്ലോകങ്ങൾ. എനിക്ക് തോന്നുന്നു 2-ാം അധ്യായത്തിലും കാണും. സ്ഥിതപ്രജ്ഞയോഗത്തിൽ. ദുഃഖേഷു അനുദ്വിഗ്നമന. ആ ശ്ലോകം തന്നെ. ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതതിർമുനിരുച്യതേ. ഇതൊക്കെ ശമത്തിൻ്റെ ഗുണങ്ങൾ കാണിക്കുന്നവനാണ്. ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതതിർമുനിരുച്യതേ. സ്ഥിതധീർ, ധീർ എന്ന് വെച്ചെങ്കിൽ ബുദ്ധി, സ്ഥിരബുദ്ധി. അവനാണ് സ്ഥിരബുദ്ധിക്കാരൻ. ആരാണോ ഈ പറഞ്ഞവൻ. ദുഃഖത്തിൽ ഉൾനെടുങ്ങാത്വൻ. ദുഃഖം വന്നാലും അത് സഫർ ചെയ്യാനുള്ളൊരു ഗ്രേസ് മനസ്സിലുണ്ടാവുക. ദുഃഖത്തിൽ ഉൾനെടുങ്ങാത്വൻ. നൂർത്തില്ലപ്പോൾ നമുക്കൊന്ന് അവോയ്ഡ് ചെയ്യാമായിരുന്നില്ലേ? ഒരു അപകടം വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാജഡി വന്നു, ഇതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റിയാൽ നമ്മൾ ബുദ്ധിപൂർവ്വം അവോയ്ഡ് ചെയ്യില്ലേ? അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണല്ലോ ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്താ നിവൃത്തി? സഹിക്കല്ലാണ്ട് എന്താ വഴി? അപ്പോൾ സഹിക്കും ചെയ്യുക, വറീഡും ആവുക എന്ന് പറഞ്ഞാൽ ഡബിൾ പണിഷ്മെൻ്റ് ആയില്ലേ? ഒരു പണിഷ്മെൻറ്റ് പോരെ, സഹിച്ചാൽ പോരെ, പിന്നെ എന്തിനാ വറി ചെയ്യണം? രണ്ടും കൂടി എന്തിനാ? ഇംപ്രസ്മെൻ്റ് ഓർ ഫൈൻ രണ്ടും കൂടി വേണ്ടല്ലോ, ഏതെങ്കിലും ഒന്ന് പോരെ. അപ്പോൾ ഇത് സഹിക്കാണ്ട് നോക്കിയില്ല നമുക്ക്. വാട്ട് കനോട്ട് ബി ക്യൂർഡ് മസ്റ്റ് ബി എൻഡ്യൂർഡ്. അപ്പോൾ ദുഃഖേഷു അനുദ്വിഗ്നമന. ദുഃഖം വന്നു കഴിഞ്ഞാൽ അത് സഹിക്കുക എന്നല്ലാണ്ട് അതിനെക്കുറിച്ച് പിന്നെ വറിയും വേവലാതിയും വെച്ചിട്ട് എന്ത് കാര്യം? ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ. സുഖത്തിൽ കൊതിയറ്റവൻ. ആക്രാന്തമില്ല എന്നർത്ഥം സുഖത്തിന്. സുഖം വന്നാൽ സുഖം, റൈറ്റ്. ദുഃഖം വന്നാൽ ദുഃഖം. അപ്പം ദുഃഖത്തിൽ ഉൾനെടുങ്ങാത്വൻ, സുഖത്തിൽ കൊതിയറ്റവൻ, വീതരാഗഭയക്രോധൻ, രാഗദ്വേഷഭയം വിട്ടവൻ. രാഗത്തിൻ്റെയും ദ്വേഷത്തിൻ്റെയും പിടിയിൽ നിന്ന് വിട്ടിരിക്കണം. രാഗം ഉണ്ടാവും, ദ്വേഷം ഉണ്ടാവും, പക്ഷെ അവരുടെ പിടിയിലല്ല. നോട്ട് അണ്ടർ ദ ക്ലച്ചസ് ഓഫ് രാഗ ആൻഡ് ദ്വേഷ. രാഗദ്വേഷം വന്നാൽ ആർക്കാ ദോഷം? നമ്മൾ ഈ രാഗദ്വേഷം വന്നാൽ നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ? നമ്മൾ അനുഭവിക്കേണ്ട മുഴുവൻ വസ്തുക്കളെയും രണ്ടാക്കി അങ്ങോട്ട് ഭാവിക്കുകയാണ്. ഇതൊക്കെ എനിക്കുള്ളത്, ഇതൊന്നും എനിക്കില്ല പറ്റാത്തത്, ഇതൊക്കെ ഞാൻ ദ്വേഷിക്കപ്പെടേണ്ടത്, ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെടേണ്ടത്. അപ്പോൾ തന്നെ നമ്മൾ രണ്ടാക്കി, ലോകത്തിനെ രണ്ടാക്കി അങ്ങോട്ട് ഭാവിച്ചു നമ്മൾ. ഇൻസ്റ്റെഡ് എല്ലാം അനുഭവിക്കേണ്ടതാ. ഇത് ഇഷ്ടമില്ല എന്ന്. ഈ കുമ്പളങ്ങയും മാങ്ങ ഇഷ്ടമല്ല, ഇഷ്ടമല്ലെങ്കിൽ വേണ്ട, നഷ്ടമാർക്കുക തനിക്ക് തന്നെ.
വീതരാഗ ഭയക്രോധ. അതിൽ നിന്നുണ്ടാകുന്ന ഒരു വെപ്രാളം വേവലാതി ഉണ്ടല്ലോ. ഇഷ്ടമില്ല എന്ന സാധനത്തിനോടുണ്ടാകുന്നൊരു വെപ്രാളം, ഇഷ്ടപ്പെടുന്ന സാധനത്തോടുള്ള ഒരു എന്താ പറയുക, ഒരു എടുത്തുചാട്ടം. രണ്ടും വേണ്ടെന്ന് പറയാണ്. ബി നോർമൽ, ഡോണ്ട് ബി അബ്നോർമൽ. വീതരാഗ ഭയക്രോധ, അവനാണ് സ്ഥിതതിർമുനിരുച്യതേ. തസ്യ എന്താണ്, സ്ഥിതധീ മുനിയാണവൻ. സ്ഥിതി ധീ ധീ എന്ന് വെച്ചാൽ ബുദ്ധി, സ്ഥിരബുദ്ധിയുള്ള മുനിയാണ് അവൻ എന്ന് പറയുന്നത്. നമുക്ക് തർജ്ജമ എത്ര രസമായിട്ടുണ്ട് ശ്ലോകത്തിൻ്റെ, നോക്കിയോ? അതതിൻ്റെ ഇടയിൽ മറക്കരുതേ. ദുഃഖേഷു അനുദിഗ്നമന സുഖേഷു വിഗതസ്പൃഹ വീതരാഗഭയക്രോധ സ്ഥിതതിർമുനിരുച്യതേ. ദുഃഖത്തിൽ ഉൾനെടുങ്ങാത്വൻ. ദുഃഖേഷു അനുദ്വിഗ്നമന, ദുഃഖത്തിൽ ഉൾനെടുങ്ങാത്വൻ. ദുഃഖേഷു അനുദ്വിഗ്നമന സുഖേഷു വിഗതസ്പൃഹ. സുഖത്തിൽ കൊതിയറ്റവൻ, രാഗദ്വേഷഭയം വിട്ടോൻ. വീതരാഗഭയക്രോധ സ്ഥിതതിർമുനിരുച്യതേ. സ്ഥിതധീ മുനിയാണവൻ എന്ന് പറയണം. അപ്പോൾ ആ ഒരു എന്താ പറയുക, സോഡാക്കുപ്പി എന്തൂസിയാസം ഇല്ലാതെ മനുഷ്യൻ ജീവിക്കാം. എത്രയോ നദികൾ പുഴയിലേക്ക് വന്ന് ചേരുന്നുണ്ട്. നദികൾ പുഴയിലേക്ക് വന്ന് ചേരുന്നത് കൊണ്ട് സമുദ്രത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ? ഇല്ല, ഒരു കാലത്തും ഉണ്ടാവില്ല, ഒരു കാലത്തും ഉണ്ടാവില്ല. അപ്പം നദികൾ, എല്ലാ നദികളുടെയും ഗമ്യസ്ഥാനം ഏതാ? സമുദ്രം തന്നെ. അപ്പം ആ സമുദ്രത്തിന് ഈ നദികൾ വന്ന് ചേരുമ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാവുമോ? ഇല്ല. കുട്ടികളെല്ലാവരും വെക്കേഷൻ സമയത്ത് എല്ലാവരും വീട്ടിലേക്ക് വന്നു വിചാരിക്കുക, എന്ത് സുഖമാണ് വീട്ടിൽ, മുത്തച്ഛനും മുത്തശ്ശിക്കൊക്കെ അല്ലേ. ഇതെല്ലാവരും കൂടി ഇപ്പം എന്തെല്ലാം അങ്ങോട്ട് കയറി വന്നേ, അങ്ങനെയൊന്നും ആരും പറയില്ലല്ലോ, ഒരു കാലത്തുമില്ലല്ലോ. അതേപോലെ തന്നെ എല്ലാം ഭഗവത് പ്രസാദമാണ്. ചിലതൊക്കെ നമുക്ക് സുഖിക്കേണ്ടതുണ്ടാവും, ചിലതൊക്കെ ദുഃഖിക്കേണ്ടതുണ്ടാവും. ഇതാണ് ജീവിതം. അണ്ടർസ്റ്റാൻഡ്. രണ്ട് സ്വീകരിക്കുക പ്രസാദഭാവത്തോടു കൂടിയിട്ട്. അതല്ലേ വെപ്പുകോയ്ന്ന കിരിയാത്തു കാഞ്ഞിരം കയ്പുകൊണ്ടിവയവെന്ന പായസം ചിൽപ്പുമാനുടെ നിവേദ്യമല്ലയോ തുപ്പുവാൻ അരുതിറക്കുവാൻ പണി എന്ന് പറഞ്ഞ പോലെ പ്രസാദത്തോടു കൂടി അടിച്ചിറക്കുക ദുഃഖം. ഇത് ശാശ്വതമായിട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, പെർമനൻ്റ് ഒന്നും അല്ലല്ലോ ഈ ദുഃഖം എന്ന് പറയുന്നത്. വന്നും പോയിക്കൊണ്ടിരിക്കും. സുഖം പെർമനൻ്റ് ആണോ? സുഖം പെർമനൻ്റ് അല്ല, പിന്നെന്താ? അപ്പോൾ സമുദ്രത്തിൽ വെള്ളം, പുഴയിൽ നിന്ന് വരുന്ന വെള്ളം സമുദ്രത്തിന് ഒരു ഇലേറ്റഡ് ഭാവം ഉണ്ടാക്കില്ല, ഡിപ്രസ്ഡ് ഭാവം ഉണ്ടാക്കില്ല. എന്താ പറയുക, നദികൾ ഡ്രൈപ്പായി കുറച്ച് ദിവസം വെള്ളമൊന്നും സമുദ്രത്തിലേക്ക് വന്നില്ല. യോ സമുദ്രം വറ്റിയേ എന്ന് പറയാൻ കേട്ടിട്ടുണ്ടോ? ഇല്ല, സമുദ്രം വറ്റൂല്ല, സമുദ്രത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടാവില്ല. അപൂര്യമാണം അചലം പ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വദ്. അതാ പറയണം. തദ്വൽകാമാം യം പ്രവിശന്തി സർവേ സ ശാന്തിമാപ്നോതി ന കാമകാമി. വെള്ളം നിറഞ്ഞിട്ടിളകാതുറച്ച കടൽക്കകം നീരണയുന്ന പോലെ അല്ലേ. ആപൂര്യമാണ് അചലം പ്രതിഷ്ഠം സമുദ്രം ആപ പ്രവിശന്തി യദ്വത്. സമുദ്രത്തിൽ ആപ വെള്ളം, പ്രവശന്തി നദീജലം, പ്രവശന്തി ഉള്ളിലേക്ക് വരിക. ആപൂര്യമാണ് അചലം പ്രതിഷ്ഠം. ആപൂര്യമാണ് വെള്ളം നിറഞ്ഞിട്ടിളകാതെ ഉറച്ച കടൽക്കകം നീരണയുന്ന പോലെ. സമുദ്രത്തിൻ്റെ സമനില തെറ്റൊന്നുമില്ല. അധികം നദീജലങ്ങൾ വന്നതുകൊണ്ട്, വരാത്തതുകൊണ്ട് സമനില തെറ്റില്ല. സമുദ്രം എന്നും സമുദ്രം തന്നെ. മറ്റും കാമം ചേരുവൻ ശാന്തി എന്തും, കാമം കാമിക്കുന്നവൻ ശാന്തി എന്താ? കാമങ്ങളെ കാമിക്കുന്നവൻ ശാന്തി ഉണ്ടാവില്ല, കാമങ്ങളെ കാമിക്കാത്തവനാണ് ശാന്തി. അതാണ് തദ്വൽ കാമം യ പ്രവിശന്തി സർവേ സ ശാന്തി മാപ്നോതി ന കാമകാമി.
അപ്പോൾ കാമത്തെ കാമിക്കുന്നവനല്ല ശാന്തി, കാമത്തെ കാമിക്കാത്തവനാണ് ശാന്തി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു ഡിസിപ്ലിൻഡ് വേ ഓഫ് ലൈഫ് നമുക്ക് വേണമെന്ന് പറയുന്നത്. അടുത്തത് ഈ സന്യാസിമാരുടെ എന്താ പറയുക, സന്യാസിമാരുടെ ധർമ്മം ക്ഷമാണ്. സന്യാസിമാരുടെ ധർമ്മം എന്താ? ശമം. 4 ആശ്രമങ്ങൾക്കാർക്ക് 4 എന്താ പറയുക ഗുണങ്ങളാണ് വിധിച്ചിരിക്കുന്നത്. ഒന്ന് സന്യാസിമാരുടെ ധർമ്മം ശമാണ്. ബ്രഹ്മചാരികളുടെ ധർമ്മം ശുശ്രൂഷയാണ്. ഗൃഹസ്ഥന്മാരുടെ ശ്രമം ദാനമാണ്. വാനപ്രസ്ഥക്കാരുടെ യമനിയമങ്ങളാണ്. യമനിയമങ്ങൾ എന്ന് പറയുന്നതും ഈ ശമം എന്ന് പറയുന്നതൊക്കെ നിയന്ത്രിക്കൽ തന്നെയാണ്, നിയന്ത്രണം തന്നെയാണ്. അപ്പോൾ സന്യാസിമാരുടെയും വാനപ്രസ്ഥക്കാരുടെയും ഒക്കെ ഏതാണ്ടൊക്കെ ഒരേ രീതിയിൽ പോകും. ഗൃഹസ്ഥന്മാർക്കോ ദാനം ചെയ്യാം. വരുന്ന ആൾ ദരിദ്രനാരായണനാണെന്നുള്ള സങ്കല്പത്തോടുകൂടി ദാനം ചെയ്യുക, മനസ്സിനെ പരിവർത്തപ്പെടുത്തുക. ബ്രഹ്മചാരികൾക്കോ ഗുരു ശുശ്രൂഷ. അപ്പോൾ 4 ആശ്രമങ്ങൾക്ക് 4 ധർമ്മങ്ങളാണ്. അതിൽ ഈ ശമധർമ്മം ഒന്ന് സന്യാസിമാർക്കും ശമമുണ്ട്, വാനപ്രസ്ഥക്കാർക്കും ഉണ്ട്. ഗണസൂത്ര സ്മൃതിയിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. യതിനാം പ്രശമോധർമ്മോ, യതികൾക്ക് പ്രശമോ ശേഷപ്പെട്ട ശമം ധർമ്മോ, അതാണ് അവരുടെ ധർമ്മം. യതീനാം പ്രശമോധർമ്മ നിയമോ വനവാസിനാം, വാനപ്രസ്ഥക്കാർക്ക് എന്താ? യമനിയമങ്ങൾ, ദി കോണ്ടക്ട് ഓഫ് ലിവിങ്, കറക്റ്റ് ലിവിങ്, കോഡ് ഓഫ് ലിവിങ്. വലിയ ആഗ്രഹങ്ങളൊന്നും വെക്കാണ്ടിരിക്കുക. വാനപ്രസ്ഥല്ലേ, എല്ലാം എന്താ പറയുക അനുഭവിച്ചതല്ലേ രണ്ടാളും. ഇനി കുറച്ചൊന്ന് ശാന്തമാക്കുക, മനസ്സിനെ ഒന്ന് ശാന്തമാക്കുക, ആ രൗദ്രഭാവമൊക്കെ ഒന്ന് മാറ്റുക, ശാന്തരൂപം കളിക്കുക, മനസ്സിനെ സമാധാനിക്കുക, ഈശ്വരനെ കുറിച്ച് ചിന്തിക്കുക. മനസ്സിലായില്ലേ? അങ്ങനൊരു ജീവിതം കഴിക്കുക. അതാണ് നിയമേ വനവാസിനാം ദാനമേവ ഗൃഹസ്ഥാനാം. ഗൃഹസ്ഥന്മാർക്ക് എന്താ? ദാനം കൊടുക്കുക, പുണ്യം നേടുക. തദ്വാര മനസ്സിലെ ശാന്തി ഉണ്ടാക്കുക, മനസ്സിലെ വിക്ഷേപങ്ങൾ കളയുക, മനസ്സിലുള്ള ആവരണം മാറ്റുക, അജിറ്റേഷൻസ് മാറ്റുക, ആവശ്യമില്ലാത്ത വെമ്പലുകളുണ്ടല്ലോ, ആവശ്യമില്ലാത്തതിനോടുള്ള അറ്റാച്ച്മെൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് കളയാൻ നോക്കുക. ഗൃഹസ്ഥനാകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം കർമ്മത്തിൽ നിർവൃതരായിരിക്കുന്ന സമയമാണ് ഗൃഹസ്ഥന്മാർ. അപ്പോൾ അവരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ശുശ്രൂഷ ബ്രഹ്മചാരിണം, ബ്രഹ്മചാരിയായാലോ ശുശ്രൂഷ. എന്ത് ശുശ്രൂഷ? ഗുരു ശുശ്രൂഷ. ഗുരുവിനെ ശുശ്രൂഷിക്കുക, ഗുരുപത്നിയെ ശുശ്രൂഷിക്കുക, ഗുരുകുലത്തിലുള്ള നിയമങ്ങൾ എന്താ വെച്ചാൽ അത് പാലിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ ബ്രഹ്മചര്യം ലൈഫ്, സ്റ്റുഡൻറ്റ് ലൈഫ്, ഗൃഹസ്ഥൻ്റെ ലൈഫ്, വാനപ്രസ്ഥത്തിൻ്റെ ലൈഫ്, വാനപ്രസ്ഥക്കാരുടെ ലൈഫ്, സന്യാസക്കാരുടെ ലൈഫ്. ഇതിന് 3നും 4നും ഓരോരോ ഗുണങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ശമഗുണം വളരെ പ്രധാനമാണ്. ക്ഷമ സംഹാരവേളയിൽ എല്ലാം നശിപ്പിക്കുന്നതെന്ന് പറഞ്ഞു നമ്മൾ. ക്ഷമ എന്ന് വെച്ചാൽ കൽപ്പാവസാനം എല്ലാം ശമിക്കുന്നു, എല്ലാവരുടെ കളിയും അവസാനം അവിടെ തീരുന്നു. ക്ഷമ അവസാനിക്കുക, ശമിക്കുക, ശമിപ്പിക്കുക. എല്ലാം ശമിപ്പിക്കേണ്ട ആരോ അവസാനം? ഭഗവാൻ തന്നെ. സംഹാരവേളയിൽ എല്ലാ പ്രക്രിയകളും ഭഗവാൻ ശമിപ്പിക്കുന്നു, ഒന്നും ബാക്കി ഉണ്ടാവില്ല. എല്ലാ സ്ഥൂലരൂപങ്ങളും അടിച്ച് പറക്കി സൂക്ഷ്മരൂപത്തിലാക്കി പൊടിക്കുപ്പിയിലിട്ട് കൊണ്ടുപോകും. ബസ്. 3ാമത്തെ അർത്ഥം നമ്മൾ കണ്ടത് അഹങ്കാരം ശമിപ്പിക്കുന്നതാണ്. അതും ഭഗവാൻ തന്നെയാണ്. അഹങ്കാരം ശമിപ്പിക്കണത്, അഹങ്കാരം ഉണ്ടാക്കുന്നതും ഭഗവാൻ, അത് ശമിപ്പിക്കുന്നതും ഭഗവാൻ. പിന്നെ എന്തിനാണ് നമ്മൾ വേവലാതിപ്പെടണം?
അയ്യോ എനിക്ക് ഭയങ്കര അഹങ്കാരമെന്ന് ചോദിച്ച് വേവലാതിപ്പെടേണ്ട, അത് ക്ഷമിച്ചോളും. അതിനൊന്ന് നിന്നു കൊടുത്താൽ മതി. ഭഗവാന്റെ പ്രക്രിയയ്ക്ക് നമ്മൾ നിന്നു കൊടുക്കുക. ഇപ്പം അഹങ്കാരമുള്ള വേഷം താൻ കെട്ടണ വെച്ചാൽ കെട്ടിക്കോളൂ. അതിൻ്റെ ഒരു അഹങ്കാരം എന്തിനാ? ഞാൻ അഹങ്കാരിയായിട്ട് അങ്ങനെ അഹങ്കരിച്ച് ഇങ്ങനെ നടക്കാൻ എന്തിനാ തോന്നണം? അഹങ്കാരിയായിട്ടാണ് വേഷം കെട്ടാൻ പറഞ്ഞ വെച്ചാൽ അഹങ്കാരിയായിട്ടുള്ള വേഷം കെട്ടുക. അവിടെ എന്തിനാ ഒരു ഈഗോ? മനസ്സിലായേ? അഹങ്കാര വേഷം കെട്ടാൻ ഒരു അഹങ്കാരം വേണ്ടല്ലോ, അതങ്ങോട്ട് കെട്ടിയാൽ പോരെ. അത് എപ്പോൾ കെട്ടാണ്ടിരിക്കണം, എപ്പോൾ നല്ല വേഷം തരണം, എപ്പോൾ ചീത്ത വേഷം തരണം ഒക്കെ പോകാൻ നിശ്ചയിച്ചോളും. വേഷം എനിക്കെന്തെന്നു വിധിപ്പത് പ്രഭോ ഭവച്ചിത്തം, വിശ്വപ്രിയനായി നടനം ചെയ്വത് വിധേയനൻ കൃത്യം. എന്ത് റോളാണ് തന്നു വെച്ചാൽ അത് കളിക്കാൻ തയ്യാറാണ്. അഹങ്കാരിയായിട്ട് കളിക്കണോ കുറച്ച് കാലം, ഓ റെഡി. വില്ലനായിട്ട് കളിക്കാനും തയ്യാറാണ്. ഹീറോ ആയിട്ട് കളിക്കണോ, ഹീറോ ആയിട്ട് കളിക്കാനും തയ്യാറാണ്. ഹീറോ ആയിട്ട് കളിക്കുമ്പോൾ ഞാനാരാ വിചാരിച്ചതെന്ന് വിളിച്ച് പറയില്ല. വില്ലനായിട്ട് കളിക്കുമ്പോൾ സൂക്ഷിച്ചോ, ഞാൻ ആരാന്നാ വിചാരിക്കണം, അങ്ങനെ ഒരു അഹങ്കാരവും ഇല്ല. അഹങ്കാരിയായിട്ട് നടക്കുമ്പോൾ അഹങ്കാരമില്ല, അഹങ്കാരം ഇല്ലാത്തവനായിട്ട് നടക്കുമ്പോൾ അഹങ്കാരം ഇല്ലാത്തവനാണ് എന്നൊരു അഹങ്കാരവും ഇല്ല. മനസ്സിലായോ? രണ്ടും സമയത്ത് അഹങ്കാരം ഇല്ല എന്നർത്ഥം. ഇത് രണ്ടും ഭഗവാനാണ് ഡയറക്റ്റ് ചെയ്യണത്. പിന്നെ എന്തിനാ നമ്മൾ വേവലാതിപ്പെടണം? നിന്ന് കൊടുത്താൽ പോരെ മര്യാദയ്ക്ക്. ഈ ബാർബർ ഷോപ്പിൽ നമ്മൾ ചെയ്യുന്ന തലമുടിയൊക്കെ വെട്ടാൻ സലൂണിൽ കയറി ചെയ്യുന്ന എന്താ ചെയ്യുക? നമ്മളെ മൂടി പോപ്പിച്ച് അവിടെ ഇരിക്കുകയല്ലേ ചെയ്യുള്ളൂ. നമുക്ക് ഇഷ്ടപ്രകാരം അനങ്ങാൻ പറ്റുമോ? അയാൾ തല അങ്ങോട്ട് തിരിക്കുക, അങ്ങോട്ട് തിരിച്ചാൽ അങ്ങോട്ട് തിരിച്ചിരുന്നില്ല. അതല്ല, നമ്മൾ അഥവാ അങ്ങോട്ട് തിരിച്ചാൽ അയാൾ ഒരു ഫോഴ്സോട് കൂടിയിട്ട് തലയൊന്ന് അങ്ങോട്ട് അമക്കിയിട്ട് ഇങ്ങോട്ട് ഇടത്തോട്ട് പിടിച്ചിരിക്കും. ഇവിടെ ഇരിക്കാനല്ലേ പറഞ്ഞേ? അങ്ങനെ കുറച്ച് നേരം നോക്കിയിരിക്കുക. അത് കഴിഞ്ഞാൽ അയാൾ ആ ചീർപ്പിൻ്റെ മുകളിൽ കൊട്ടും കൊട്ടിയിട്ട് തല പിടിച്ചൊന്ന് ഇങ്ങോട്ട് തിരിക്കും. അപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുക. എന്തിനാത്? നമ്മുടെ തല നേരിയാവാനാ. നമ്മുടെ തല നേരിയാവാനാണ് അയാൾ ഈ ചെയ്യേണ്ടതൊക്കെ. ഞാൻ അങ്ങോട്ട് മാത്രം തിരിഞ്ഞിരിക്കുള്ളൂ, അങ്ങോട്ട് തിരിഞ്ഞിരിക്കില്ല, താനാരെന്നോട് പറയാൻ എന്നൊക്കെ ചോദിച്ചാൽ തല ഒരു ഇതായിട്ട് ഇങ്ങോട്ട് തിരിച്ചു പോരാം. മനസ്സിലായില്ല? അപ്പോൾ എല്ലാം നശിപ്പിക്കുന്നത് അവസാനം ഭഗവാൻ തന്നെയാണ്. എല്ലാറ്റിനും ശമം ഉണ്ടാക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഭക്തരുടെ അഹങ്കാരം ആദ്യം ഭഗവാൻ എടുത്തു കളയുന്നു. അതാണ് മോക്ഷത്തിലേക്കുള്ള ഫസ്റ്റ് പ്രോസസ്സ്. ഞാൻ എൻ്റെ എന്ന ചിന്ത എല്ലാം മനുഷ്യനെ ഓരോരോ കാലഘട്ടത്തിൽ ഇല്ലാതെയാക്കുന്നു. ഓരോരുത്തർക്കും ഓരോ സമയത്താണ് വരിക. അത് നമ്മളിത് പ്രത്യേകിച്ചൊരു അനുഷ്ഠാനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, ഒന്ന് കൊടുത്താൽ മതി. നമുക്ക് അനുഷ്ഠാനം ചെയ്യാനാണ് മനസ്സിൽ നമ്മളെ ഭഗവാൻ പ്രേരിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ അനുഷ്ഠാനം ചെയ്യുക. അല്ല കുറച്ചുകൂടിയും കാലം ഓടിക്കളിച്ചിട്ട് മതി, അനുഷ്ഠാനം ചെയ്യില്ല എന്നാണ് മനസ്സിന് തോന്നുന്നത് വെച്ചാൽ അങ്ങനെ ആയിക്കോളൂ. അത് അങ്ങനെയല്ല വിധിച്ചാൽ തിരിച്ച് അനുഷ്ഠാനത്തിലേക്ക് തന്നെ മടങ്ങി വരും. അല്ല തിരിച്ചാണ് ഗതി എന്ന് വെച്ചെങ്കിൽ അനുഷ്ഠാനം അവിടെ ശരിയായിട്ടിരിക്കില്ല, അപ്പോഴേക്ക് ഓടിപ്പോവും അങ്ങോട്ട്. അപ്പോൾ രണ്ടും വേവലാതിപ്പെടണ്ട, നിന്ന് കൊടുത്താൽ മതി. ബി കോൺഷ്യസ് ഓഫ് വാട്ട് യു ആർ ഡൂയിങ്. ഗുണാഗുണേഷു വർത്തന്ത. എന്ത് വേണമെങ്കിൽ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണത്തിനോട് കളിക്കുന്നു, കളിച്ചോട്ടെ, എനിക്കിപ്പോൾ എന്താ എന്നുള്ള ഭാവത്തിൽ നിന്നാൽ മതി. അനുഷ്ഠാനത്തിൽ ഇരിക്കാൻ പറയണു, ഇരുന്നോട്ടെ. ഇരിക്കണ്ട പറയണു, ഇരിക്കണ്ട. കാര്യം കഴിഞ്ഞില്ലേ? ഗുണാഗുണേഷു വർത്തന്തേ. ഗുണങ്ങളായിട്ട് തമ്മിൽ കളിക്കുന്നു. ഐ ഹാവ് നത്തിങ് ടു ഡു, ലെറ്റ് ദം പ്ലേ. ഇതറിയുമ്പോഴാണ്, ഈ തത്വം നമ്മൾ അറിയുമ്പോഴാണ് അഹങ്കാരം തന്നെ അലിഞ്ഞു പോകുന്നത്, ഡ്രോപ്പ് ചെയ്യണത്. നമ്മളായിട്ട് ഡ്രോപ്പ് ചെയ്താൽ നിന്ന അഹങ്കാരം ഡ്രോപ്പ് ആവില്ല. അത് അഹങ്കാരമായിട്ട് തന്നെ ഇറങ്ങിപ്പോണം. അതിനുള്ള പ്രക്രിയകൾ നമ്മളെ കൊണ്ട് ഭഗവാൻ ചെയ്യിക്കുമ്പോൾ നമ്മൾ അതിനെ കോപ്പറേറ്റ് ചെയ്ത് നിൽക്കുക. നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൽ നിൽക്കരുത്. നമ്മൾ റിവേഴ്സ് ഗിയറിലിട്ട് നിൽക്കരുത്. ഭഗവാന് ഗിയറ് മാറ്റാൻ തോന്നിയാൽ ഗിയറ് മാറ്റാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ വേണ്ട, റിവേഴ്സ് ഗിയറിലിട്ട് അവിടെ കിടന്നോ, പിന്നാക്കം പൊക്കോ, ആരെ വേണ്ട പറഞ്ഞു. അപ്പം അങ്ങനെ ഭഗവാൻ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളുടേതായിട്ടുള്ളൊരു കർത്തൃത്വ ഭാവം ഉണ്ടാവില്ല, ഭോക്തൃത്വ ഭാവം ഉണ്ടാവില്ല. ഇതുണ്ടാവില്ല, കർത്തൃത്വ ഭാവം. ഐ ഡൂവർ, ഐ എൻജോയർ, ഈ ഭാവം ഉണ്ടാവില്ല. കർത്തൃത്വ ഭാവം ഉണ്ടാവില്ല, ഭോക്തൃത്വ ഭാവം ഉണ്ടാവില്ല. അതാണ് ശമം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ശമം.
സദാശിവ ബ്രഹ്മേന്ദ്ര പാടും. ശമദമകരുണ സമ്പൂർണാനാം ശമദമകരുണ സമ്പൂർണാനാം സാധു സമാഗമ സങ്കീർണാനാം. നോക്കൂ, ശമദമ കരുണ സമ്പൂർണാനാം. സമ്പൂർണമായിട്ടും ശമമുണ്ട്, ദമമുണ്ട്, കരുണയുണ്ട്. ശമദമ കരുണ സമ്പൂർണാനാം സാധു സമാഗമ സങ്കീർണാനാം. സാധുക്കൾ വരുമ്പോൾ അവരെ സ്വീകരിക്കുക, അവരെ വെൽക്കം പറയാം, അവരെ സ്വീകരിച്ച് അവർക്ക് വേണ്ട ഉപചാരങ്ങൾ ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്താലോ ചിന്ത നാസ്തികില്ല. അവൻ എന്ത് ചിന്ത, എന്ത് ചിന്ത അവനുള്ളത്? ശമദമ കരുണ സമ്പൂർണാനാം സാധു സമാഗമ സങ്കീർണാനാം ചിന്ത നാസ്തികിലം. അഖിലം ചിന്ത നാസ്തി. ഒരു ചിന്തയും പിന്നെ അവനില്ല. അവന് ചിന്തയില്ല, പിന്നെ ചന്തയില്ല. ചിന്ത നാസ്തികില. നോ വറി, ആബ്സല്യൂട്ട്ലി നോ വറി. വറി അടിച്ചിട്ട് ആരും ഈ ലോകത്തിൽ നേരെയായിട്ടില്ല. ആരും നേരെയായിട്ടില്ല. ഒരു ഉപകാരവും വറി അടിച്ചിട്ട് ഉണ്ടായിട്ടില്ല ആർക്കും. ഉപദ്രവം അല്ലാണ്ട് ഒരു ഉപകാരം ആർക്കും ഉണ്ടായിട്ടില്ല. എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്നും കൈ കൊടുക്കും. ഒരാൾക്കും വറി അടിച്ചിട്ട് കാര്യം നടന്നിട്ടില്ല. വേസ്റ്റ് ഓഫ് ടൈം. അതാണ് ക്ഷമ എന്ന് പറഞ്ഞത്. ലളിതാ സഹസ്രനാമത്തിലും ക്ഷമാത്മിക എന്നുള്ളൊരു നാമുണ്ട്. ലോകാതീത ഗുണാതീത സർവാതീത ക്ഷമാത്മിക. അവസാനം ഭാഗത്താണത്. ലോകാതീത ഗുണാതീത സർവാതീത ക്ഷമാത്മിക. അതാണ് ക്ഷമം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വാളിറ്റിയാണ് സ്പിരിച്വൽ പ്രോഗ്രസ്സിന്. നമ്മളത് വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വസ്തുവാണ് ക്ഷമ. ഓക്കെ. അടുത്ത നാമം ശാന്ത. ശാന്ത എന്ന് വെച്ചാൽ ശാന്തമായവൻ എന്നാണ് അർത്ഥം. ശ്രദ്ധിക്കണേ, കാരണം ഈ പേര് പിന്നെയും അടുത്ത നാമത്തിൽ, അടുത്തതിൻ്റെ മുമ്പിൽ അടുത്ത നാമത്തിൽ വരും. കോണ്ടെക്സ്റ്റ് സ്ലൈറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിവിടെ ശാന്ത എന്ന് വെച്ചെങ്കിൽ ശാന്തമായവൻ. ഭഗവത് സ്വരൂപത്തിനെയാണ് പറഞ്ഞത് ശാന്തമായവൻ. അവതാര പുരുഷങ്ങളുടെ കാര്യമാണ് പറയുന്നത്, അല്ലാണ്ട് പരബ്രഹ്മത്തിനെയല്ല ഇവിടെ പറയുന്നത്. ശാന്തമായവൻ. പരബ്രഹ്മം ശാന്തമായവൻ എന്ന് പറയാൻ പറ്റില്ല. അവനും അവളൊന്നും അല്ലല്ലോ അത്. അപ്പോൾ ശാന്തമായവൻ എന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ ശാന്തതയുള്ള മനുഷ്യൻ അർത്ഥം. ഭഗവാന്റെ സ്വസ്വരൂപം ശാന്തമാണ്. എന്താ ഈ ശാന്തം? മനസ്സിന് രണ്ട് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ശാന്തം ഇല്ലാത്തത്. അങ്ങനെ മനസ്സിലാക്കുക. അശാന്തി വരാനുള്ള കാരണം എന്താണെന്ന് മനസ്സിലാക്കിയാൽ ശാന്തി എന്താണെന്ന് മനസ്സിലാവും. രണ്ട് ടെക്നിക്കൽ പദങ്ങൾ വേദാന്തത്തിൽ ഉപയോഗിക്കും. വിക്ഷേപം, ആവരണം. മനസ്സിൽ വിക്ഷേപം. വിക്ഷേപം മീൻസ് അജിറ്റേഷൻസ്. ചക്ക 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 എന്നുള്ളൊരു മൊമെൻറ്റം ഇല്ലേ? ജഗ് 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 ജഗ്. അതിനാണ് ഈ ജഗ് 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 എന്ന് പറഞ്ഞാൽ തോന്നുന്നു ഈ ജഗത്ത് 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 എന്നുള്ള പേര് വരാൻ കാരണം. ഈ സംസാരം എന്ന് പറയുന്നത് ജഗ് 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 ജഗാണ്. ജഗത്ത് ജഗത്ത് ജഗത്ത്, മനസ്സിലായി? അതെന്താ? ഈ കുതിരപ്പുറത്തിരിക്കണ പോലെ എങ്ങനെ ടക് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെ സദാസമയത്ത് ഇങ്ങനെ ഒരു വിക്ഷേപം, അജിറ്റേഷൻസ്, നെവർ സ്റ്റോപ്പിംഗ്. മൈൻഡ് ഈസ് നോട്ട് അറ്റ് ഓൾ അറ്റ് റെസ്റ്റ്. ഇങ്ങനെ ചാടി 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 മറിഞ്ഞുകൊണ്ടിരിക്കും. മനഃശാഞ്ചല്യമുള്ളവൻ അർത്ഥം. പെൻഡുലം ആടുന്നത് പോലെ ഇങ്ങനെ ആടും. ഒരു പോഴൊക്കെ അങ്ങടെ പോവും, പിന്നെ ആ പോക്ക് ഇങ്ങോട്ട് വരും. നാരായണത്തോറാന്ന് ചെയ്ത പോലെ കല്ലങ്ങോട്ട് മേപ്പെട്ട് കയറ്റി കൊണ്ടുപോകും, പിന്നെ അത് അവിടുന്ന് വിട്ട് താഴത്തേക്ക് ഇങ്ങോട്ട് വിടും. എന്തിനാ ചെയ്യണം, ഏതിനാ ചെയ്യണം?
എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ അജിറ്റേറ്റഡ് ആവുന്നത്? അതൊന്ന് ആലോചിക്കും. അജിറ്റേഷൻ ഒരു ക്വാളിറ്റിയാണ് മനസ്സിന്, അത് യാതൊരു സംശയമില്ല. നമുക്ക് എല്ലാവർക്കും അത് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അത് സമ്മതിച്ചേ പറ്റൂ. ഏത് സമയത്തും അജിറ്റേഷൻ ഉണ്ടാവും. ഇതിപ്പോൾ വിഷ്ണുസഹസ്രനാമം കേട്ടിരിക്കണമ്പോൾ നിങ്ങളിത് കേൾക്കുക മാത്രമേ ചെയ്യണല്ലോ എന്ന് ഞാൻ വിചാരിക്കണം. ഞാൻ പൊട്ടണമെന്നല്ല. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഇതെന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് വേറെ ഒന്നുമില്ല എനിക്ക് വിചാരം, ഒരു തന്നെ പറയണം, വേറെ ഒന്നും വിചാരിക്കണില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? നിങ്ങളും പൊട്ടന്മാരല്ല. ഞാനീ പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സ് എവിടെയൊക്കെ പോയി? ഇപ്പോൾ പറയുന്നതിന് കോട്ടം വരാത്ത രീതിയിൽ ഞാൻ എൻ്റെ മനസ്സിനെ എവിടെയൊക്കെ വിട്ടു വന്നു? നിങ്ങൾ ഈ കേൾക്കുന്ന ശ്രദ്ധയോടുകൂടി കേൾക്കുന്നുണ്ടെങ്കിലും ആ കേൾക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സ് എവിടെയൊക്കെ പോയി? ദിസ് ഈസ് പ്രിസൈസ്ലി കോൾഡ് വിക്ഷേപം, അജിറ്റേഷൻസ്. എന്തുകൊണ്ടുണ്ടാവുന്നത്? എന്തുകൊണ്ട് ആ വിക്ഷേപം ഉണ്ടാവുന്നു? പൂർണ്ണതയില്ലാത്തത് കൊണ്ടല്ലേ? എ ഫീലിംഗ് ഓഫ് ഇൻകംപ്ലീറ്റ്നെസ്. അതല്ലേ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് പോരാന്നാണ് അങ്ങോട്ട് പോകണം. ചമ്പ എന്താണാവോ കലായിക്കണം എന്നിട്ട് അത് ഇതിങ്ങനെ കേട്ടിരുന്ന വിശപ്പ് മാറുമോ? ആ, അപ്പോൾ ഒരു അപൂർണനാണ്. അത് കേട്ടാൽ വിശപ്പ് മാറില്ല. വിശപ്പ് എന്നൊന്ന് സാധനം ഉണ്ട്, അത് എന്നെ അലട്ടുന്നു അല്ലാണ്ട്. സോ ഐ എം നോട്ട് കംപ്ലീറ്റ്. ഉച്ചക്കലത്തെ ഭക്ഷണം കഴിച്ചാലോ കുറച്ചു നേരം മുന്നാണ്ട് കിടക്കും. അത് കഴിഞ്ഞാലോ എന്താണാവോ 4 മണിക്ക് കലാക്കിക്കണം. അതായി. എപ്പം നോക്കിയാലും മനസ്സിങ്ങനെ പെൻഡുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്തുകൊണ്ടാണത്? പൂർണ്ണതയില്ലാത്തവൻ. സമ്പൂർണ്ണ കുംഭം ന കരോതി ശബ്ദം. നിറകൊട്ടം തുളുമ്പില്ല എന്ന് പറഞ്ഞാൽ അതാണ് പഴമക്കാരൻ. എം ടി വെസൽസ് സൗണ്ട് ദ മോസ്റ്റ് എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ പൂർണ്ണതയില്ല, നമുക്ക് എം ടി ആണ്. നമുക്കൊരു സെൻസ് ഓഫ് കംപ്ലീറ്റ്നെസ് ഇല്ല. ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടോ സെൻസ് ഓഫ് കംപ്ലീറ്റ്നെസ്? ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നെഞ്ഞത്ത് കൈ വെച്ചിട്ട് പറയും ഐ ആം കംപ്ലീറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ് പറയാൻ പറ്റുമോ? പറ്റില്ല. മനുഷ്യന്മാരായി ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും ഇൻകംപ്ലീറ്റ്നെസ്. പക്ഷെ എന്തിനായി പറയണമെന്ന് വെച്ചെങ്കിൽ ആ ഇൻകംപ്ലീറ്റ്നെസ് കളയാനല്ല, ആ വിവരം അറിയാനാണ്. ഇതുകൊണ്ടാണ് എന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി, പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഇൻകംപ്ലീറ്റ്നെസ് വരാനുള്ള കാരണം എന്താ? പൂർണ്ണത ഇല്ലായ്മ വരാനുള്ള കാരണം എന്താ? ആലോചിച്ചു. മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാകുന്നതും അജിറ്റേഷൻസ് ഉണ്ടാകുന്നതും ചാടി മറയുന്നതും കുരങ്ങനെ പോലെ. എങ്കിലും മനുഷ മനസ മർക്കടൻ എങ്ങെത്തി നോക്കൂകിൽ അങ്ങേ ചാടൂ. എങ്ങടാ നോക്കിയാൽ അങ്ങോട്ട് ചാടും അല്ലേ? അങ്ങനെ ഒരു ചാട്ടക്കാരനായി മനസ്സിപ്പോൾ, ചാഞ്ചല്യമായി മനസ്സിന്. അപൂർണത കാരനാണ് ഉണ്ടായതെന്ന് നമ്മൾ പറഞ്ഞു. പൂർണ്ണത ഇല്ലാത്തത് കൊണ്ടാണ്. ഓക്കെ, സമ്മതിച്ചു. പൂർണ്ണത ഇല്ലാത്തത് കൊണ്ടാണ് ഈ മനസ്സിന് ചാഞ്ചല്യം വരുന്നത്. ബെറ്റർ ബെറ്റർ, ബെറ്റർ ദിസ് ബെറ്റർ, ദാറ്റ് ബെറ്റർ, ദാറ്റ് ബെറ്റർ, ദിസ് ബെറ്റർ. ഈ സംശയം, അതാണോ നല്ലത്, ഇതാണോ നല്ലത്, അതോ അതാണോ നല്ലത്, അതോ അപ്പുറത്തേണോ നല്ലത്, അതോ അതിൻ്റെ അപ്പുറത്തേണോ നല്ലത്, ഏതാ നല്ലത്? ഒരു പിടിയില്ല. ടെക്സ്റ്റൈൽ ഷോപ്പിൽ പോയ പോലെയാണ്. ഈ ഡ്രസ്സാണോ നല്ലത്? അല്ല, അപ്പോഴേക്ക് വേറൊന്ന് കാണിച്ചു തരാം. അപ്പോൾ അത് പോരെ, അതിൻ്റെ ഷെയ്ഡ് അത്ര പോരാ. പക്ഷേ ഇതിന് ഷെയ്ഡ് ഉണ്ടെങ്കിലും കളർ പോരാ. മറ്റേതോ അത് ടെക്സ്ചർ പോരാ. മറ്റേതോ അത് പ്രൈസ് കുറച്ച് പോരാ, അത് കുറച്ച് അധികം പ്രൈസ്. ഇങ്ങനെ അതാ ബെറ്റർ, ഇതാ ബെറ്റർ, ഇതാ ബെറ്റർ, അതാ ബെറ്റർ, ഇങ്ങനെ ചാടി 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 നടക്കും. എങ്ങെത്തി നോക്കൂകിൽ അങ്ങേ ചാടൂ. അതിന് കാരണം എന്താ? പൂർണ്ണതയില്ല. അതിൻ്റെ ഡയഗ്നോസിസ് മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് പൂർണ്ണത ഇല്ലാത്തത് കൊണ്ടാണ്, എ സെൻസ് ഓഫ് കംപ്ലീറ്റ്നെസ് നമ്മുടെ മനസ്സിലില്ലാത്തത് കൊണ്ടാണ്, ഞാൻ പൂർണ്ണനല്ല എന്നൊരു തെറ്റിദ്ധാരണ മനസ്സിലുള്ളത് കൊണ്ടാണ് ഇത് വരുന്നത്. അതെന്തുകൊണ്ടാണ് ഞാൻ അപൂർണനാണെന്ന് ഞാൻ ആലോചിക്കുന്നത്? വളരെ സിമ്പിളല്ലേ. ഞാൻ പൂർണ്ണനാണെന്ന് അറിയാത്തത് കൊണ്ട്. അല്ലേ? ഞാൻ അപൂർണനായതുകൊണ്ടാണ് എനിക്കിതൊക്കെ വരുന്നത്. എന്തുകൊണ്ടാണ് അപൂർണനാണെന്ന് പറയണത്? പൂർണ്ണത അറിയുന്നില്ല ഞാൻ. ഞാൻ പൂർണ്ണനാണ് സത്യത്തിൽ. അമൃതസ്യ പുത്രന്മാരാണ് നമ്മളെല്ലാവരും, ചിൽഡ്രൻ ഓഫ് ഇമ്മോർട്ടാലിറ്റി. പൂർണ്ണതയുണ്ട് നമുക്ക്. പക്ഷെ ഞാൻ പൂർണ്ണനല്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ
വന്നു. എന്താ കാരണം? ഈ ധാരണയെ, ആ തെറ്റിദ്ധാരണ മറച്ചു. ദാറ്റ് ഈസ് കോൾഡ് ആവരണം, കവറിങ്. ഒരു കവറിട്ടു അവിടെ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഡിസ്കവർ ചെയ്യണം. ഡിസ്കവർ. തത്വം പൂഷണ്ണമാവൃണ്ണ സത്യധർമായ അധിഷ്ഠതേ. സത്യവും ധർമ്മവും എൻ്റെ പൂർണ്ണ സ്വരൂപം ഈ പാത്രത്തിൽ സ്വർണമായിരിക്കുന്ന മെറ്റീരിയൽസിൻ്റെ അടപ്പ് കൊണ്ട് മൂടി, അതിൻ്റെ പളപളപ്പ് കാരണം ഉള്ളിലെ ധർമ്മവും സത്യവും ഞാൻ അറിയുന്നില്ല. ഞാൻ പൂർണ്ണനാണ് എന്നുള്ളത് അറിയുന്നില്ല ഞാൻ. കാരണം ഞാൻ അപൂർണനാണെന്ന് എനിക്ക് തോന്നാൻ കാരണം എന്താ? ഈ പുറത്തുള്ള പളപളപ്പ്, ബാഹ്യലോകത്തിൽ ഞാൻ കാണുന്ന പളപളപ്പ്. ആ ആ പാത്രത്തിനെ കൗത്തി വെച്ചിരിക്കുന്ന സ്വർണ്ണ കവറുണ്ടല്ലോ, അത് തുറന്നു തരണം. തത്വം പൂഷണ്ണം ആവൃണ്ണ സത്യധർമായ അധിഷ്ഠതേ എന്ന് പറയും. സത്യത്തിനെയും ധർമ്മത്തിനെയും അനുഷ്ഠാനിക്കാൻ എൻ്റെ സൂര്യനാരായണമൂർത്തി ഇതൊന്ന് തുറന്നു തരണേ. ഈ സ്വർണ്ണപാത്രം ഒന്ന് മാറ്റി, എന്താ പറയുക, അടപ്പൊന്ന് മാറ്റി തരണേ എന്ന് പറയും. ഹിരൺമയേണ പാത്രേണ സത്യസ്യാഭിഹിതം മുഖം തത്വം ഭൂഷണ്ണമാവൃണ്ണ സത്യധർമായ അധിഷ്ഠതേ. അപ്പം എന്താ കാരണം? കവർ, ആവരണം. നമ്മൾ പണ്ട് ശ്ലോകം പഠിച്ചിട്ട് ഓർക്കുന്നുണ്ടോ? വലിയ നല്ലൊരു ശ്ലോകം. ധൂമേന ആവ്രിയദേവന്യേ യഥാദർശോ മലേന ച യഥോദ്ഭേനാവൃതോ ഗർഭസ്തദാ തേനേതമാവൃതം. പൊടിപടലങ്ങൾ കണലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് പോലെ കവർ ചെയ്തിരിക്കണം. കണലുണ്ട് ഉള്ളില്ല, പക്ഷെ പൊടി കവർ ചെയ്തിരിക്കണം. ചെറിയൊരു സ്മോക്ക്, അതൊന്ന് ഊരിയാൽ പോവും, ഫൂന്ന് ഊരിയാൽ പോവും. ധൂമേന ആവൃയതേ വന്നി. ധൂമ മീൻസ് പുക, ആവൃത മീൻസ് ആവരണം, വന്നി മീൻസ് തീയ്. തീയിനെ ധൂമം പോലെ ആവരണം ചെയ്തിരിക്കുന്നു. ധൂമേന ആവൃയതേ വന്നി യഥ ആദർശോ തഥേന മലേന ച. ചളി ആദർശ മീൻസ് കണ്ണാടിയെ ചുറ്റിപ്പറ്റിയിരിക്കുന്നു. ചുറ്റിപ്പറ്റല്ല, അതിൻ്റെ മുകളിൽ ഒട്ടിരിക്കുന്നു. യഥാദർശോ മലേന ച. അപ്പോൾ കണ്ണാടി എന്താ മറച്ചിരിക്കുന്നത്? കണ്ണാടിയെ മറച്ചിരിക്കുന്നത് മലം മീൻസ് ഡസ്റ്റ്. യഥോൽബേന ആവൃതോ ഗർഭസ്ഥിസുവിനെ എന്താ മറച്ചിരിക്കണം? മറുപിള്ള മറച്ചിരിക്കണം. അന്ന പോലെ അതിനെ ഇത് മറച്ചിരിക്കണം. എന്തിനെ? ജ്ഞാനത്തിനെ. പരിപൂർണനാണ് എന്നുള്ള ജ്ഞാനത്തിനെ ഈ അജ്ഞാനം മറച്ചിരിക്കുന്നു. ഈ അഹങ്കാരം അതിനെ മറച്ചിരിക്കുന്നു. സ്വർണം കൊണ്ടുള്ളതാണ് മറവി. അതുകൊണ്ട് നമുക്ക് ആ സ്വർണത്തിൻ്റെ തളപ്പിൽ all that glitters is not gold. മനസ്സിലാവുന്നുണ്ട്? അപ്പം ആവരണം കൊണ്ടാണ് അതിനെ മറച്ചിരിക്കുന്നു. അതുകൊണ്ട് അജ്ഞാനമാണ് ഇതിന് കാരണം. മൂല കാരണം അജ്ഞാനാണ്. എന്തിൻ്റെ അജ്ഞാനാണ്? ഞാൻ പൂർണ്ണനാണ് എന്നതിൻ്റെ അജ്ഞാനം. മഹാരാജാവ് പിച്ചക്കാരനായിട്ട് നടക്കുക എന്ന് പറഞ്ഞാൽ ആരാ ഇപ്പം ഇതിന് ഉത്തരം പറയാം? കാര്യം ശരി, അങ്ങൊരു ഡ്രാമയിൽ വേഷം കെട്ടി പിച്ചക്കാരനായിട്ട് എന്ന് വിചാരിച്ചിട്ട് ഡ്രാമ കഴിഞ്ഞാലും പിച്ചക്കാരനായിട്ട് നടക്കുക. എന്താ ആവശ്യമുണ്ട്? അങ്ങനാരാ? മഹാരാജാവാണ്, പൂർണ്ണനാണ്, ഒന്നിനൊരു കുറവില്ല. പക്ഷേ വിചാരം എന്താ? പിച്ചക്കാരനാ വിചാരം. അപ്പോൾ ഞാൻ അപൂർണനാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, എനിക്കത് പോരാ, എനിക്കിത് മതിയാവില്ല, അത് കിട്ടിയാലോ മതിയാവും, ഇത് കിട്ടിയാലോ മതിയാവും, എനിക്ക് എന്ത് കിട്ടിയാലും മതിയാവില്ല. കാരണം താൻ ഒന്നും വേണ്ടാത്തൊരവസ്ഥയിലാണ് ശരിക്കും നിൽക്കണത്. അത് മറന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്ത് കിട്ടിയാലോ മതിയാവുക. എനിക്ക് വാർത്ത മുപ്പാരിൽ ഒന്നും ചെയ്യേണ്ടതില്ലടോ.
എന്താ അർജുനനോട് പറയണ ഭഗവാൻ? 2-ാം അധ്യായത്തിൽ എന്താ സംബോധന? എനിക്കു പാർത്ഥ മുപ്പാരിൽ ഒന്നും ചെയ്യേണ്ടതില്ലടോ. ഡോ, എനിക്കൊന്നും ചെയ്യാനില്ല. ഡോ എന്നാണ് വിളി. 2-ാം അധ്യായത്തിൽ എത്തിയിട്ടുള്ളൂ, 3-ാം അധ്യായത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. ആരാന്ന് അർജുനന് ഇനി മനസ്സിലായിട്ടില്ലേ ഭഗവാൻ? അതുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെ കുറച്ച് ലിബറലായിട്ട് വിട്ടു കൊടുക്കണം, എന്ത് വേണമെങ്കിൽ വിളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഭഗവാൻ എന്ത് കർമ്മം? എന്തിന്? എനിക്ക് ഒന്നും ചെയ്യാനില്ലടോ, ഞാൻ പൂർണ്ണനാണ്. എനിക്ക് പാർത്ഥ മുപ്പാരിൽ ഒന്നും ചെയ്യേണ്ടതില്ലടോ. ഒന്നും ചെയ്യണ്ട എനിക്ക് അർജുന. എന്താ കാരണം അറിയോ? കിട്ടാത്തതില്ല, കിട്ടാനും. കിട്ടാത്തതുമില്ല എനിക്ക്, ലോകത്തിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. കിട്ടാൻ വല്ലതുകൊണ്ട് ഇനി ബാക്കി അതുമില്ല. വൈ? ഐ ആം പൂർണ്ണൻ, ഐ ആം കംപ്ലീറ്റ്. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന നാനവാപ്തം അവാപ്തവ്യം വർത്തയേവ സകർമ്മണി. എന്നിട്ട് ഞാൻ കർമ്മം ചെയ്യണു. ദാറ്റ് ഈസ് മൈ പ്ലേ. അത് ഞാൻ വെറുതെ കളിക്കല്ലേ. യാതൊരു സീരിയസ്നെസ്സും ഇല്ല എനിക്ക് ഈ കളിയിൽ. ഐ ആം ജസ്റ്റ് പ്ലേയിങ് സീരിയസ്ലി, നോട്ട് വിത്ത് സീരിയസ്നെസ്. കളി കാര്യമാക്കിയിട്ടില്ല ഞാൻ ഒരു കാലത്തും. കളി തന്നെയാണ്. സ്പോർട്ട് ആണ് കറക്റ്റ് വാക്ക്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ പറയില്ല നമ്മൾ, കളി തോറ്റാലും ജയിച്ചാലും ഒക്കെ. അപ്പം അതാണ് ഭഗവാൻ പറഞ്ഞത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അർജുന ഒന്നുമില്ല. എനിക്ക് പാർത്ഥ മുപ്പാരിൽ ഒന്നും ചെയ്യേണ്ടതില്ലടോ. കിട്ടാത്തതില്ല കിട്ടാനും. ബിക്കോസ് ഐ എം പൂർണ്ണൻ. എനിക്കൊരു ആവരണവുമില്ല. ദെയർഫോർ ഐ ഹാവ് നോ വിക്ഷേപം. കർമ്മം ചെയ്യുന്നു എന്നുള്ളൊരു അഹങ്കാരം മമകാരം ഉണ്ടെങ്കിലല്ലേ കർത്തൃത്വഭാവവും ഭോക്തൃത്വഭാവവും ഒക്കെ വരുള്ളൂ. തിരിച്ചു പറയുകയാണെങ്കിൽ കർത്തൃത്വഭാവം ഭോക്തൃത്വഭാവം ഉണ്ടെങ്കിലല്ലേ അഹങ്കാരം വരുന്നത്. അപ്പോൾ കർത്തൃത്വഭാവവും ഭോക്തൃത്വഭാവവും ഇല്ലാതെ കർമ്മം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എവിടെ അഹങ്കാരം വരാനാ? വിഷപ്പല്ലെടുത്ത് കളഞ്ഞിട്ടുള്ള പാമ്പല്ലേ, എന്താ പ്രശ്നം അതിനെടുത്ത് പെരുമാറാൻ? ആ ഭാവം ലെവലേശമില്ല എന്നർത്ഥം. ലെവലേശമില്ല, വിക്ഷേപവുമില്ല, ആവരണവുമില്ല. ശരീര മനസ്സ് ബുദ്ധിയായിട്ടുള്ള താതാത്മ്യം ഞാൻ പ്രാപിക്കുന്നേ ഇല്ല. ഞാനിതൊന്നുമല്ല. എന്നുവെച്ചാൽ ഭൂതസംഘ, ഇതൊന്നും ഞാനല്ല. അഹങ്കാരമില്ല, അഹം മാത്രം. അഹങ്കാരം വേറെ, അഹം വേറെ. തിരിച്ചറിയണം. അഹങ്കാരം വേറെ, അഹം വേറെ. ഞാനത് മാത്രമാണ്, അഹം മാത്രമാണ് ഞാൻ. അഹങ്കാരം ലേശമില്ല. ഉപദേശസാരത്തിൽ രമണ മഹർഷി ഇതന്നെയാണ് പറയണത്. നഷ്ടമാനസോൽകൃഷ്ടയോഗിന കൃത്യമസ്തി കിം സ്വസ്ഥിതായതി. നഷ്ടമാനസോൽകൃഷ്ടയോഗിന കൃത്യമസ്തി കിം സ്വസ്ഥിതം യതി. നഷ്ടമാനസ ഉത്കൃഷ്ടയോഗിന, മനസ്സ് നഷ്ടപ്പെട്ട ഉത്കൃഷ്ടമായ യോഗികൾ. മനസ്സ് നഷ്ടപ്പെട്ട മീൻസ് നോട്ട് ബോതേർഡ് അബൌട്ട് ദി പെർഫോമൻസ്, വയലേഷൻസ് ഓഫ് ദ മൈൻഡ്, വേരിയേഷൻസ് ഓഫ് ദ മൈൻഡ്. മനസ്സ് നഷ്ടമായി തീർന്ന ശ്രേഷ്ഠനായൊരു യോഗിക്ക് നഷ്ടമാനസോൽകൃഷ്ടയോഗിന. മനസ്സ് നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? മനസ്സിൻ്റെ വ്യാപാരം കുറയുമ്പോൾ അല്ലേ? കച്ചവടം ഇല്ലെങ്കിൽ പിന്നെ ആഫീസ് കൂട്ടില്ലേ ഇല്ലേ? അപ്പം മനസ്സിൻ്റെ കച്ചവടം എന്താ? മനസ്സ് എപ്പോഴും എന്താ ചെയ്യുന്ന ആലോചിച്ച് നോക്കൂ. ജമ്പിങ് ഫ്രം വൺ ടു ദി അതർ. ഒന്നല്ലെങ്കിൽ ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കും, കുരങ്ങൻ ചാടുന്ന പോലെ. ഷിഫ്റ്റിംഗ് ഫ്രം ഓബ്ജക്റ്റ് ടു ഓബ്ജക്റ്റ്, ഓബ്ജക്റ്റ് ടു ഓബ്ജക്റ്റ്, ഓബ്ജക്റ്റ് ടു ഓബ്ജക്റ്റ്. അപ്പം ഈ ഇല്ലാണ്ടായത് എപ്പോഴാണ്? ഓബ്ജക്റ്റിൽ നിന്ന് സബ്ജക്റ്റിലേക്ക് ഒന്ന് ചാടിയാൽ മതി. പുറത്തുള്ള ബാഹ്യവസ്തുക്കളിൽ നിന്ന് ഒന്നൊന്ന് വിട്ടാൽ ഒരു കൊമ്പെന്ന് വിട്ടാൽ വേറൊരു കൊമ്പ്, ആ കൊമ്പെന്ന് വിട്ടാൽ ഈ കൊമ്പ് വിട്ടാൽ ആ കൊമ്പ്. കുറച്ചു കാലം എഞ്ചിനീയറായി, പിന്നെ തോന്നി എഞ്ചിനീയറായിട്ട് കാര്യമൊന്നുമില്ല, ഒരു ബിസിനസ് തുടങ്ങിക്കളയാം. ആ ബിസിനസ്സുകാരനായി. ബിസിനസ് പൊളിഞ്ഞപ്പോൾ പറഞ്ഞു ഇത് വേണ്ട, നമുക്കൊരു ഷെയർ കച്ചവടം തുടങ്ങാം. ഷെയർ കച്ചവടക്കാരനായി. അപ്പോൾ ഒരു വസ്തുവിൽ നിന്ന് വേറൊരു വസ്തുവിലേക്ക്
ഒരു കാര്യത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ ചാടി 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 പോവുക. ഇതെല്ലാം ബാഹ്യവസ്തുക്കളാണ്. ഒന്ന് ഉള്ളിലുള്ള വസ്തുവിലേക്ക് ഒരു ചാട്ടം ചാട്, ഒരു ചാട്ടം കൂടി ചാട്. വൺസ് ജമ്പ് ഫ്രം ഓബ്ജക്റ്റ് ടു സബ്ജക്റ്റ്. ഇതേവരെ നിങ്ങൾ ഒബ്ജക്റ്റ് 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 ഒബ്ജക്റ്റല്ലേ ചാടിയിരുന്നത്. ഇനി ഒരു ചാട്ടം, അവസാനത്തെ ചാട്ടം, ലെറ്റ് ഇറ്റ് ബി ഫ്രം ഓബ്ജക്റ്റ് ടു സബ്ജക്റ്റ്. മീനിങ് ഉള്ളിലേക്ക് ചാടിയാൽ മതി. അഥോപനിഷത്ത് പരാഞ്ചികാനി വ്യതൃണത് സ്വയംഭൂ തസ്മാത് പരാങ് പശ്യതി ന അന്തരാത്മാ കശ്ചിത് ധീര പ്രത്യഗാത്മാനമൈക്ഷത് ആവൃത്ത ചക്ഷുൻ അമൃതത്വമിച്ഛൻ. കണ്ണിനെ ഒന്ന് ഇട്ടയ്ക്ക് ഉള്ളിലേക്ക് ഒരു ചാട്ടം ചാടിക്കും. അവനാണ് ധീരൻ. അതാണ് ഉത്കൃഷ്ടയോഗിനാന്ന് മഹർഷിയോട് പറയാൻ കാരണം. നഷ്ടമാനസ്വൽകൃഷ്ടയോഗിന. അവർക്ക് എന്താ ഉണ്ടാവുക? കൃത്യം അസ്തി കിം. അവർക്ക് കൃത്യമില്ല. കൃത്യമില്ല മീൻസ് റെസ്പോൺസിബിലിറ്റി ഇല്ല. ദേ ഹാവ് നോ ഡ്യൂട്ടീസ് അറ്റ് ഓൾ. കർത്തവ്യം എന്ന് പറയുന്നതില്ല. നത്തിങ് ഫോർ ദം ടു ഡു. കാരണം അവരുടെ മനസ്സില്ല. കൃത്യം മാനസം തഥാ. എന്താ കാരണം? എന്താ? സ്വസ്ഥിതം യതി. യതി മീൻസ് എന്തുകൊണ്ടാണ്. അപ്പോൾ മനസ്സ് നഷ്ടമായി തീർന്ന ശ്രേഷ്ഠനായൊരു യോഗിക്ക് എന്ത് കർത്തവ്യമുള്ളത്? കൃത്യമസ്തി കിം. എന്ത് കൃത്യമല്ലത് ചോദിക്കണം മഹർഷി. ഒരു കൃത്യമില്ല എന്നർത്ഥം. നോ ഡ്യൂട്ടി അറ്റ് ഓൾ. എന്തുകൊണ്ട്? യഥാ. എന്തുകൊണ്ട്? സ്വസ്ഥിതം. എന്തുകൊണ്ടെന്നാൽ സ്വസ്ഥയായിട്ടിരിക്കുന്നവൻ, അവൻ അവനിൽ തന്നെ ഇരിക്കുന്നവൻ, അവൻ പുറത്തേക്ക് പോയിട്ടില്ല. ഹീ ഈസ് വിത്തിൻ ഹിംസെൽഫ്. സ്വന്തം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു. വീട്ടിൽ തന്നെ ഇരിക്കണു. പുറത്തേക്ക് ഇറങ്ങി നടന്നാലല്ലേ കുപ്പായം കേടുവരില്ലോ. അനങ്ങിയിട്ടില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം. അങ്ങേയറ്റത്ത് ആനന്ദത്തോടു കൂടി ഇരിക്കുന്നവനാണ്. അപ്പം സ്വസ്ഥിതിയിൽ നിലകൊള്ളുന്നവന് ഒരു കുഴപ്പമില്ല. കയ്യും കാലൊക്കെ പൊക്കട്ടെ, മനസ്സാണ് ഈ പ്രശ്നം. ചേതോ ദർപ്പണത്തിലെ മാലിന്യമെല്ലാം തീർത്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരത്തിലെ മാലിന്യം തീർക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. അതിന് 100 ഉപകരണങ്ങളുണ്ട് അവിടെ, ഇല്ലേ? എത്ര തരത്തിലുള്ള സോപ്പുണ്ട്, ഈഞ്ചയുണ്ട്, വാകയുണ്ട്, എത്ര തരം ശരീരം വൃത്തിയാക്കാൻ. അത് ശരീരം എങ്ങോട്ട് വേണമെങ്കിൽ പോക്കട്ടെ, ഏത് ചളിക്കുണ്ടിലേക്ക് വേണമെങ്കിൽ ശരീരം പോക്കട്ടെ, ഏത് യന്ത്രോഞ്ഞാലിന് വേണമെങ്കിൽ കയറി ചാടിക്കോട്ടെ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. പക്ഷേ മനസ്സ് പോയാൽ പിടിച്ചാൽ കിട്ടില്ല. അപ്പം അതിനെ ഉള്ളിലേക്ക് വലിച്ചിട്ട് വീട്ടിലിരുത്തുക. അതിനെ വീട്ടിലിരുത്തുക. ലെറ്റ് ഹിം വർക്ക് അറ്റ് ഹോം. വീട്ടിലിരുന്നിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ. ഒന്നിപ്പോൾ സംഭവിച്ചൊന്നുമില്ല. ഇപ്പോൾ കൊറോണ പിടിച്ചിട്ട് വർക്ക് അറ്റ് ഹോം ഒരു പ്രശ്നം ഉണ്ടായില്ല ആൾക്കാർക്ക്. അപ്പോൾ അതാണ് നല്ലതെന്നാണ് പറഞ്ഞ ആൾക്കാർ. ഇത് നമ്മുടെ മഹർഷിമാർ എന്നോ കണ്ടവരാ. മനസ്സിനെ വർക്ക് അറ്റ് ഹോം ആക്ക്, വർക്ക് അറ്റ് ഹോം ആക്ക്. വെറുതെ ആവശ്യമില്ലാണ്ട് പുറത്തേക്ക് പോകണ്ട. അവിടെ ഓഫീസും പത്രാസും ഒന്നും വേണ്ട. മനസ്സിനെ ഉള്ളിലേക്ക് പിടിച്ചടക്ക്. നഷ്ടമാനസോൽകൃഷ്ടയോഗിന കൃത്യമസ്തിക്കും. പിന്നെ നിനക്ക് ജോലിയൊന്നും അധികം ഉണ്ടാവില്ല. എല്ലാ ജോലികളും നടന്നു പോയിക്കോളും. ഇങ്ങനെ പല ഗുണങ്ങളുണ്ട്. വാടക കൊടുക്കണ്ട, മറ്റുള്ള എക്സ്പെൻസസ് എന്താ അതിന് പറയുക, ഇൻസിഡൻ്റൽ എക്സ്പെൻസസ് ഒന്നുമില്ല. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ചാർജസ് ഇല്ല, കറണ്ട് ചാർജ് ഇല്ല, ചായ സൽക്കാരത്തിന് പൈസ കൊടുക്കണ്ട. അത് എന്തെല്ലാം ലാഭങ്ങളാണ് ഹോം വർക്ക് അറ്റ് ഹോം ആയാലറിയോ. അപ്പോൾ മനസ്സ് ഓബ്ജക്റ്റ് ടു ഓബ്ജക്റ്റ് ചാടുന്നതിന് പകരം ഒരു ചാട്ടം ഓബ്ജക്റ്റ് ടു സബ്ജക്റ്റ്. അപ്പോൾ തീരെ മനസ്സുണ്ടാവില്ല. കാരണം മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ബുദ്ധിയാണ് അവിടെ നിൽക്കുന്നത്. ബുദ്ധിയാണ് സറണ്ടർ ചെയ്യുന്നത് മനസ്സ് വന്നിട്ട്. ബുദ്ധി സദാസമയത്തും കണ്ടംപ്ലേറ്റീവ് മൂഡിലിരിക്കുന്ന ആളാണ്. പുറത്തേക്ക് പോകണമെന്നുള്ള യാതൊരു, കാരണം ആനന്ദമായ കോശത്തിൻ്റെ തൊട്ട നെയ്ബറാണ്. പിന്നെ എങ്ങനെയാ മറ്റേ എന്താ പറയുക, അന്നമായ കോശത്തിലേക്കും പ്രാണമായ കോശത്തിലേക്കൊക്കെ പോവുക? മനോമയ കോശം കടന്നിട്ട് വേണ്ടേ പോകാൻ. മനോമയ കോശം കൂടി തിരിഞ്ഞിരിക്കണം. അപ്പോൾ മനോമയ കോശവും ബുദ്ധിമയ കോശവും ഒന്നായി, ജോയിൻ, യുജ്. പിന്നെ ലോകമായി, ലോകത്തിൻ്റെ പാടായി. വാട്ട് ഡു ഐ കെയർ? അപ്പോൾ അതാണ് എന്താ പറയുക, ശാന്ത എന്ന് വെച്ചെങ്കിൽ ശാന്ത ആയവൻ അർത്ഥം.
ശാന്തസ്വരൂപത്തോടു കൂടി ഇരിക്കുന്നവൻ, ഓൾവേസ് അറ്റ് പീസ്, നെവർ അജിറ്റേറ്റഡ്. നെവർ അജിറ്റേറ്റഡ് മീൻസ് ഹി ഹാസ് നോൺ ദ ട്രൂത്ത്. ആവരണമില്ല, ദെയർഫോർ വിക്ഷേപമില്ല. വിക്ഷേപമില്ലാത്തതുകൊണ്ട് മനസ്സിൽ ചാഞ്ചല്യമില്ല, പെൻഡുലേറ്റ് ചെയ്യില്ല. ക്ലോക്കിലെ പെൻഡുലം അങ്ങോട്ടും ഇങ്ങോട്ടും പോണ പോലെ പോക്കുവരവില്ല. അത് സ്റ്റോപ്പ്. അതിനൊക്കെ ശമം വരുത്തി. ആദ്യത്തെ നാമം നോക്കൂ, അതൊക്കെ ലിങ്കിടാ. ശമം എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഈ മനസ്സിൽ ശാന്തി ഉണ്ടാക്കുന്നതാണ് ശമം എന്ന് പറയുന്നത്. എല്ലാ ഉപനിഷത്തുകളും പരബ്രഹ്മത്തിനെ ശാന്തസ്വരൂപനായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. ഭഗവാനെ നിഷ്കലം നിഷ്ക്രിയം ശാന്തം ശ്വേതശരോപനിഷത്ത് പറയും. യത്തശാന്തം പ്രശ്നോപനിഷത്ത് പറയും. തം 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 ഈശ്വരം ശാന്തമാത്മാനാം കഠോപനിഷത്ത് പറയുന്നു. ലളിതാ സഹസ്രനാമത്തിലോ ശാന്ത എന്നുള്ള നാമം വളരെ പ്രത്യേകിച്ചൊന്നുണ്ട്. ആദ്യം തന്നെയുണ്ട്. നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുവിപ്ലവ. അവിടെ ഈ ശാന്ത എന്നുള്ള വാക്ക് വന്നുണ്ട്. അപ്പോൾ അമ്മയും ശാന്തസ്വരൂപിയാണ്, ഭഗവാനും ശാന്തസ്വരൂപനാണ്, മഹാവിഷ്ണു ശാന്തസ്വരൂപനാണ്, ശിവനും ശാന്തസ്വരൂപനാണ്. അപ്പോൾ അയ്യോ സമയമായിട്ടോ, പോയത് അറിഞ്ഞില്ല. ശാന്തിയെക്കുറിച്ച് സംസാരിച്ച് ഇന്നിങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ പോയി. ഓക്കെ, അപ്പോൾ അടുത്ത നാമം നമുക്ക് അടുത്ത നാളെ നോക്കാം. ഇന്നിപ്പോൾ ശാന്ത എന്നുള്ള 2 നാമം എടുക്കാൻ പറ്റുള്ളൂ. 2 നാമം എടുക്കാൻ പറ്റുള്ളൂ. ഇനി ശാന്ത 582 നമുക്ക് നാമം കഴിഞ്ഞു, ശാന്ത. അപ്പോൾ ഇതാണ് നമ്മൾ പറയേണ്ട കാര്യം. മനസ്സിനെ നിയന്ത്രണം, മനസ്സിനെ ശമിപ്പിക്കുക, മനസ്സിൻ്റെ എന്താ പറയുക, എടുത്തുചാട്ടവും അതിൻ്റെ ചാഞ്ചല്യവും ചപലതയൊക്കെ ഒന്ന് കുറച്ച് ശാന്തി വരുത്താം. ഒരു ദിവസം കൊണ്ട് പറ്റില്ല, പേടിക്കണ്ട. ഒരു ദിവസത്തെ ഹോംവർക്കല്ല അത്. എത്രയോ ജന്മജന്മങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു വന്നതാണ്. ഇടത്തെ കൈ കൊണ്ട് എഴുതി ശീലിച്ച് ഇടത്തെ കൈയ്യനായി, ലെഫ്റ്റനൻ്റായി. ഇനി അതൊക്കെ ഒന്ന് മാറ്റി റൈറ്റ് ഹാൻഡിലേക്ക് ആക്കാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ കാലങ്ങളെടുക്കും. കറക്റ്റീവ് ആക്ഷൻ ടേക്സ് മോർ ദാൻ ദ ടൈം ടേക്കൺ ടു ഗെറ്റ് സ്പോയിൽഡ്, ഇല്ലേ? കേടുവരൽ വേഗം കഴിയും. ആ കേടുവന്ന ആളെ തിരിച്ചു കൊണ്ടുവരാനാണ് ബുദ്ധിമുട്ട്, ഇല്ലേ? ഡ്രഗ്സിന് അഡിക്റ്റ് ആവൽ വേഗം കഴിയും, ഡ്രിങ്ക്സിന് അഡിക്റ്റ് ആവൽ വേഗം കഴിയും. അതൊന്ന് തിരിച്ചു കൊണ്ടുവരാനോ എത്ര പ്രയാസമുണ്ട്, ഇല്ലേ? നല്ല രീതിയിലേക്ക് വേണ്ട പോലെ സിൻസിയറായിട്ട് തിരിച്ചു കൊണ്ടുവരാൻ എത്ര ബുദ്ധിമുട്ടുണ്ട്, എത്ര സമയമെടുക്കും. അതിന് 2 കൊല്ലം എടുത്താൽ അതിന് 4 കൊല്ലം എടുക്കും. അതുകൊണ്ട് പേടിക്കണ്ട, മെല്ലെ പോകാൻ നമുക്ക്. ഞാൻ പറഞ്ഞില്ലേ, എപ്പോഴും പറഞ്ഞില്ലേ, വലിയ കാര്യത്തിലേക്കൊന്നും മനസ്സ് പോകണ്ട. ചെറിയ കാര്യങ്ങൾ ശാന്തത കൈവരിക്കാൻ നോക്കൂ. ചെറിയ കാര്യങ്ങളിൽ ഇതെന്ത്, വാട്ട് ഈസ് ഓൾ ദിസ് നോൺസെൻസ്, നോട്ട് വിത്ത് മീ, ഡോണ്ട് പ്ലേ വിത്ത് മീ, ഓ ബോയ് എന്ന് പറഞ്ഞ് മനസ്സിനെ വിടുക. ലീവ് ഇറ്റ്. ചെറിയ കാര്യങ്ങൾ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. എന്നിട്ട് നമുക്ക് നോക്കാം, മെല്ലെ പോവാം. നമുക്ക് ധാരാളം സമയമുണ്ട്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? സി, വി ബിലീവ് ഇൻ എറ്റർണിറ്റി. ദർ ഇസ് നോ ടൈം ഫാക്ടർ. ഇന്നലെയെന്നോ ഇന്നെന്നോ നാളെയെന്നോ ഒരു വ്യത്യാസമില്ല. മെല്ലെ പോവാൻ പേടിക്കണ്ട. പക്ഷേ വാട്ട് ഈസ് റിക്വയർഡ് ഈസ് എലിമെൻ്റ് ഓഫ് സിൻസിയറിറ്റി, എലിമെൻ്റ് ഓഫ് ട്രൂത്ത്ഫുൾനെസ്. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യം. ഇതുണ്ടെങ്കിൽ സമയം ഈസ് നോ ഫാക്ടർ അറ്റ് ഓൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ, ഗുരുവായൂരപ്പ, ഭഗവാനെ രക്ഷിക്കണേ.